ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു. ഈ ടൂറിസ്റ്റുകളെ, ഈ നിരായുധരായ പാവം ടൂറിസ്റ്റുകളെ ഈ ഭീകരവാദികളെത്തി വെടിവെച്ച് കൊല്ലുന്നു. അതിപ്പോൾ ഈ 2 ആഴ്ചയാവാൻ പോവുകയാണ്. ഇന്ന് 13ാമത്തെ ദിവസമാണ്. പക്ഷേ ഇതുവരെയും നമ്മൾ ഈ വലിയ നീക്കങ്ങളൊക്കെ നടത്തുന്നു, വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. നയതന്ത്ര തലത്തിൽ നമ്മൾ പാകിസ്ഥാനെതിരെ നടപടികളൊക്കെ സ്വീകരിച്ചു. ഓരോ ദിവസവും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് ചോദിച്ചാൽ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് 15 ദിവസം മുൻപ്, അതായത് 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ പഹൽഗാം മാർക്കറ്റിൽ കടയെടുത്ത വ്യാപാരിയെയും NIA ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഭീകരാക്രമണ ദിവസം ഇയാൾ ആ കട തുറന്നിരുന്നില്ല. ആക്രമണം നടത്തിയത് 4 ഭീകരരാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള 2 പേർ ടൂറിസ്റ്റുകളാണ് എന്ന വ്യാജേന ഇന്ത്യയിലെത്തിയിരുന്നു. ആദ്യം വെടിപൊട്ടിയപ്പോൾ സഞ്ചാരികളെ സഹായിക്കാനാണെന്ന പേരിൽ ഭക്ഷണശാലയിലേക്ക് മാറ്റി വെടിവെച്ചു കൊന്നെന്നും NIAയുടെ കണ്ടെത്തലുണ്ട്. ഭീകരാക്രമണത്തിന് 15 ദിവസം മുൻപ് പഹൽഗാം മാർക്കറ്റിൽ കടയെടുത്ത വ്യാപാരിയെയും ഇപ്പോൾ NIA ചോദ്യം ചെയ്യുന്നു. ഭീകരാക്രമണ ദിവസം ഇയാൾ കട തുറന്നിരുന്നില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ശരത് ലാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കിപ്പം ശരത്, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓരോരോ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു, കൂടിക്കാഴ്ചകൾ നടക്കുന്നു, രാജ്യമൊട്ടുക്കും ഭീകരവാദികൾക്കായി തിരച്ചിലുകൾ നടക്കുന്നു. ഇന്നലെയൊക്കെ ഈ വലിയ അപ്ഡേറ്റുകളൊക്കെ വന്നിരുന്നു, ഭീകരവാദികൾ കൺമുന്നിൽ എന്ന തരത്തിലൊക്കെ. പിന്നീട് എല്ലാ തലങ്ങളിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ അത് ഈ പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയം ബന്ധപ്പെട്ട് പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്? ശരത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. 3 കാര്യങ്ങളാണ് നമുക്ക് പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം സേതുലക്ഷ്മി സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ടെറർ അറ്റാക്കിന് ഇന്നലെ ഫറൂഖ് അബ്ദുള്ള എന്ന് പറഞ്ഞു. പഹൽഗാം സംബന്ധിച്ച മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തന്നെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, പഹൽഗാമിൽ നിന്നുള്ള ഒരു സഹായം ലഭിച്ചില്ലെങ്കിൽ ഇത്തരമൊരു ഭീകരാക്രമണം നടത്താൻ കഴിയില്ല. ഇതിനെ ശരിവെക്കുന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് NIAക്ക്. കാരണം വളരെ സർപ്രൈസ് ആയിട്ട് ഒരു വ്യാപാരി എത്തുകയും ആ അനന്തനാഗ് ജില്ലയിലെ ഒരു വ്യാപാരി എത്തി, അതിനു മുമ്പ് യാതൊരുവിധ വ്യാപാരത്തിനും നടത്തിയതായിട്ടുള്ള യാതൊരുവിധ ചരിത്രമില്ലാത്തൊരു വ്യക്തി എത്തുകയും 15 ദിവസം മുമ്പ് ഒരു കട വാടകയ്ക്കെടുക്കുകയും ആ കട വാടകയ്ക്കെടുക്കുകയും അന്നത്തെ ദിവസം കട അവധി നൽകുകയും ചെയ്തു. അതിനുശേഷം 48 മണിക്കൂറിന് ശേഷം മാത്രമാണ് കട തുറന്നത്. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് NIA ചോദ്യം ചെയ്യുന്നത്. അതേപോലത്തെ രണ്ടാമത്തെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഇത്രയും ബൈസരൻ വാലി ഒരു വലിയ പ്രദേശമാണ്. നമ്മൾ അവിടെ പോയതാണ്, സേതുലക്ഷ്മി അറിയാം, അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ബൈസരൻ വാലി പോലെ ഫുട്ബോൾ മൈതാനം ഒരു വലിയൊരു സ്ഥലത്ത് വെച്ച ഭീകരർക്ക് എങ്ങനെയാണ് 26 പേരെ കൂട്ടക്കൊല ചെയ്യാൻ കഴിഞ്ഞത് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചത്. കാരണം ഭീകർ ടൂറിസ്റ്റ് വേഷത്തിലെത്തി, 2 ഭീകരർ, തദ്ദേശീയ 2 ഭീകർ ടൂറിസ്റ്റ് വേഷത്തിലെത്തുകയും അവിടെ നിന്ന് ആദ്യത്തെ വെടി പൊട്ടിയപ്പോൾ തന്നെ എല്ലാവരും രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിലേക്ക് അവരെയൊക്കെ നയിച്ചു കൊണ്ടുപോയ ശേഷം അവിടെ കാത്തുനിന്ന പാകിസ്ഥാൻ കൊടും ഭീകരൻ ഹസിം മൂസ ഇവരെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു എന്നാണ് NIAക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റുകളെ രക്ഷിക്കാനെന്ന വ്യാജേനയാണ് ഈ ടൂറിസ്റ്റുകളെ മുഴുവൻ ഒരു സ്ഥലത്തെത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത്. അല്ലെങ്കിൽ ബൈസൺ വാലിയെ പോലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത്രയും ഒരു കൊലപാതകം, ഇത്ര പേരെ ഒരിക്കലും വെടിവെച്ച് കൊല്ലാൻ കഴിയില്ല. കാരണം എത്ര വിസ്തൃതമാണ്, ആൾക്കാർക്ക് ഓടി ഒളിക്കാനുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് ഈ വാലിയിൽ. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ചെയ്ത് രക്ഷകരെന്ന് ചമഞ്ഞ് വെടിവെച്ച് കൂട്ടക്കൊല നടത്തുകയായിരുന്നു എന്നാണ് NIAക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്ന വിവരം. അതുപോലെ തന്നെ ഈ കൂട്ടക്കൊല നടക്കുന്ന 2 ദിവസം മുമ്പ് IB ഇത്തരമൊരു ടൂറിസ്റ്റുകളെ ആക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പ് സുരക്ഷാ സേനയ്ക്ക് നൽകും. ശ്രീനഗറിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റുകളെ ആക്രമണം നടത്തുമെന്നായിരുന്നു അത്. പക്ഷേ ശ്രീനഗർ പൂർണ്ണ രീതിയിൽ അരിച്ചു പെറുക്കിയെങ്കിലും തീവ്രവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഹൽഗാം പോലെ 100-120 കിലോമീറ്റർ അകലെ കിടക്കുന്ന, ശ്രീനഗറിന് അകലെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് തീവ്രവാദികൾ ആഞ്ഞടിച്ചത്. ഇത്തരമൊരു മുന്നറിയിപ്പ് IBക്ക് ലഭിച്ചിരുന്ന ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നു, ശ്രീനഗറിനെ ആക്രമിക്കുന്നതാണ് സുരക്ഷാ സേനയ്ക്ക് IB നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പഹൽഗാം ആക്രമണ വിഷയത്തിൽ എന്നാണ് നമുക്ക്